പ്രിയ ശ്രോതാവേ, ഗെയിമുകൾ നമുക്ക് എന്താണ് പറഞ്ഞുതരുന്നതെന്നും അവയെപ്പോൾ വെറും സമയനഷ്ടമായി മാറുമെന്നും എങ്ങനെ അവയെ നല്ലതിനായി ഉപയോഗിക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. ഗെയിമുകൾ നമ്മോട് പറയുന്നതെന്താണ്? 1. ജീവിതമൊരു യാത്രയാണ്. നമ്മൾ ഒരിക്കലും തോൽവി സമ്മതിക്കാതെ മുന്നോട്ട് പോകണം എന്ന് ഗെയിമുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. പല ഗെയിമുകളിലും നമ്മൾ പലതവണ പരാജയപ്പെടും. പക്ഷേ വീണ്ടും ശ്രമിക്കുക, അതിൽ നിന്ന് പഠിക്കുക, അവസാനം വിജയിക്കുക എന്ന പാഠം ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. 2. ഒറ്റയ്ക്കല്ല, കൂട്ടായ്മയിലും ശക്തിയുണ്ട്. ഇറ്റ് ടേക്സ് ടു, എ വേ ഔട്ട് പോലുള്ള ഗെയിമുകൾ ടീം വർക്ക്, പരസ്പര ധാരണ, ത്യാഗം എന്നിവയുടെ പ്രാധാന്യം നമ്മളെ പഠിപ്പിക്കുന്നു. 3. സാഹസം, പരീക്ഷണം, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടിക്കരുത്. GTA, റെഡ് ഡെഡ് റിഡംഷൻ, സെൽഡ പോലുള്ള ഓപ്പൺ വേൾഡ് ഗെയിമുകൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും നമ്മുടെ സർഗ്ഗാത്മകത ഉപയോഗിക്കാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. 4. ശ്രദ്ധയും ഫാസ്റ്റ് റിഫ്ലെക്സും വളരുന്നു. വേഗതയേറിയ ഗെയിമുകൾ നമ്മുടെ തലച്ചോറിന്റെ ഏകോപനവും ശ്രദ്ധയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. എപ്പോൾ ഗെയിമുകൾ വെറും സമയനഷ്ടമാകും? നിങ്ങൾ കൂട്ടുകാരുമായി മാത്രം കളിക്കുകയും യഥാർത്ഥ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാതെ സമയം മുഴുവൻ അതിൽ മുഴുകിപ്പോവുകയും ചെയ്യുമ്പോൾ. ഗെയിമിംഗ് ഒരു അഡിക്ഷനായി മാറുമ്പോൾ. ആരോഗ്യവും സാമൂഹിക ജീവിതവും ഒഴിവാക്കിക്കൊണ്ട് ഗെയിം കളിക്കുമ്പോൾ. ഗെയിമുകൾ നല്ലതിനായി ഉപയോഗിക്കാൻ ചില ടിപ്സുകൾ. 1. സമയം നിശ്ചയിക്കുക. ഒരു ദിവസം 1-2 മണിക്കൂർ മാത്രം കളിക്കാൻ ശ്രദ്ധിക്കുക. 2. പ്രൊഡക്ടിവിറ്റിക്ക് ശേഷം റിവാർഡായി കളിക്കാം. നിങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഒരു പ്രതിഫലമെന്നോണം ഗെയിം കളിക്കുക. 3. ക്രിയേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ഗെയിമുകൾ കളിക്കൂ. നല്ല സന്ദേശങ്ങളുള്ള ഗെയിമുകൾ തിരഞ്ഞെടുക്കുക. 4. ഗെയിം കളിച്ച് പഠിക്കാനുള്ള വഴികളുമുണ്ട്. ഹിസ്റ്ററി ഗെയിമുകൾ, സിമുലേഷൻ ഗെയിമുകൾ തുടങ്ങിയവ പഠനത്തിന് സഹായകമാകും. ഗെയിമുകൾ ഒരു ഉപകരണമാണ്. അതുകൊണ്ട് നാശം ചെയ്യണോ നേട്ടം നേടണോ എന്ന് നമുക്ക് തന്നെ നിശ്ചയിക്കാം. അതിനാൽ സമയം കളയാതെ ഗെയിം കളിക്കൂ. ഗെയിംസിൽ നിന്നുള്ള സന്ദേശം മനസ്സിലാക്കൂ. അത് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ. ഗെയിമിംഗ് എന്നാൽ വിനോദം, പഠനം, വികാരം എന്നിവയുടെ ഒരു കൂട്ടായ്മയാണ്.